ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി പിങ്ക് പാലട പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. വീട്ടിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പായസമാണിത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി ഒന്ന് കാണണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം, മറക്കല്ലേ. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതിനായി ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ വെള്ളം എടുക്കാം. ഈ വെള്ളം നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. വെള്ളം നന്നായി തിളച്ച് വരുമ്പോഴേക്കും ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് 300 ഗ്രാം പാലട ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിനൊരു 20 മിനിറ്റ് അടച്ചു വയ്ക്കാം. വെള്ളത്തിൻ്റെ ചൂടിൽ പാലട നന്നായി ഒന്ന് വെന്ത് വരും. അപ്പോഴേക്കും ഒരു ഉരുളയിലേക്ക് 1.5 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും യൂസ് ആക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഈ പഞ്ചസാര നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. എപ്പോഴും പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കാരമലൈസ് ചെയ്യാൻ. ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ പായസത്തിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി വരുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 3 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. 1/2 ലിറ്റർ വെള്ളം കൂടി ഒഴിക്കണം. മൊത്തം 3.5 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തെറിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ച് നീങ്ങി നിന്ന് വേണം ഒഴിക്കാൻ. അതുപോലെ പാൽ ഒഴിച്ച് കഴിയുമ്പോഴേക്കും കാരമലൈസ് ചെയ്തതെല്ലാം ഒന്ന് കട്ടയാകും. പാൽ ചൂടാകുന്നതിനനുസരിച്ച് ഇത് മെൽറ്റായി വരും. ഇനി പാൽ നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ നേരത്തെ അടച്ചു വെച്ച പാല് റെഡി ആയിട്ടുണ്ട്. വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല. കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ച് നന്നായി ഒന്ന് ഇളക്കി ഊറ്റി മാറ്റി വയ്ക്കാം. നമുക്ക് തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കട്ടയെല്ലാം വിട്ട് വരും. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാലട ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരും ഇഷ്ടമാണ്. പക്ഷേ പാലട പ്രഥമന് എപ്പോഴും നല്ലൊരു മധുരമാണ് ടേസ്റ്റ് തരിക. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് കുറുകി വരട്ടെ. ഇതിപ്പോൾ അത്യാവശ്യം തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇതിന് ചുറ്റും വന്നേക്കുന്ന ആ പാട ഒരിക്കലും പായസത്തിനൂടെ ഇളക്കി യോജിപ്പിക്കരുത്. പായസത്തിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും. ഇനി ഇതിലേക്ക് ചതച്ച 3 ഏലക്കയും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. പാലട പ്രഥമനിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊന്നും വറുത്തിടാറില്ല. ഇഷ്ടമുള്ളവർക്ക് വറുത്തിടാം. ഞാൻ ഇവിടെ വറുത്തിടുന്നില്ല. ഇതിപ്പോൾ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. പാലട പ്രഥമൻ ചൂടാറി വരുമ്പോഴേക്കും ഒന്നും കൂടി കുറുകും. ഇത് നല്ല ബോളിലൂടെ കഴിക്കാനായിട്ട് സൂപ്പർ കോമ്പിനേഷൻ. അപ്പോൾ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കൂടാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യും കൂടി വേണം. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ടാറ്റാ ബൈ.